സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ സാംസ്കാരിക സിനിമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. കൊച്ചി കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതികളാണ് സമൃദ്ധി അറ്റ് കൊച്ചിയും ഷീ ലോഡ്ജും. സമൃദ്ധിയിൽ 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുമ്പോൾ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുകയാണ് ഷീ ലോഡ്ജ്. കൊച്ചിയുടെ അഭിമാനമായ ഈ രണ്ട് പദ്ധതികളും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. കൊച്ചിയുടെ സമൃദ്ധി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സഹായകരമായ പദ്ധതിയായിരുന്നു. 2023 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആരംഭിച്ച പദ്ധതി. ഒരുപക്ഷെ 10 രൂപ കയ്യിലില്ലെങ്കിൽ പോലും വിശക്കുന്ന വയറുകൾക്ക് ആശ്രയമായിരുന്നു സമൃദ്ധി. കോവിഡ് കാലത്താണ് കുറഞ്ഞ ചെലവിൽ ഉച്ചഭക്ഷണം നൽകുക എന്ന ആശയം രൂപപ്പെടുന്നത്. 2021 ഒക്ടോബർ 7 സമൃദ്ധി അറ്റ് കൊച്ചിക്ക് തുടക്കമായി. കോർപ്പറേറ്റ് കമ്പനികളുടെ CSR ഫണ്ടും ഉദാരമതികളായ വ്യക്തികളുടെ സഹായവുമാണ് ഇതിന്റെ മൂലധനം. 10 രൂപ ചെലവിലാണ് ഊണ് നൽകി തുടങ്ങിയത്. പിന്നീടത് 20 രൂപയിലേക്ക് എത്തിയെങ്കിലും തിരക്കിന് ഒട്ടും കുറവില്ല. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഊണും കറികളും ചൂടോടെ വിളമ്പുന്നു. ഫോട്ടോ ഒന്നും കിട്ടാതെ തന്നെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 20 രൂപയ്ക്ക് ഒരു ഭക്ഷണം കിട്ടുക എന്നുള്ളതിന് ഒരു അത്ഭുതം തന്നെ, സന്തോഷം തന്നെയാണ്. നല്ല ഭക്ഷണമാണ്, ഉള്ള കറി, നല്ല കുഴപ്പമൊന്നുമില്ല. 20 രൂപയ്ക്ക് ഭക്ഷണം ചോറ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. പിന്നെന്താ ഇങ്ങനെയുള്ള സാധനം, ഇത് 50 രൂപയാണ് ഈ കാരക്കറി. സാധാരണയുള്ള ഊണിന് പുറമെ ബിരിയാണിയും വിഭവസമൃദ്ധമായ നോൺ വെജ് ഊണും മത്സ്യമാംസ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ 70 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചു പോകുന്നവരുടെ നിറഞ്ഞ ചിരിയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് സമൃദ്ധിയിലെ അമ്മമാർ. 10,000-3000 ആളുകൾ വരാറുണ്ട്. പാർസല് 500 പോവും. പിന്നെ ഊണ് 1500, പൊതിച്ചോറുണ്ട്, പല പല സെക്ഷൻ ഉണ്ട് ഇവിടെ, നോണം, അങ്ങനെ ഐറ്റംസ് ഒക്കെ ആയിട്ട്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സമൃദ്ധി ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഷീ ലോഡ്ജും. സിംഗിൾ, ഡബിൾ റൂം, ഡോർമെറ്ററി വിഭാഗങ്ങളിലായി 100-ലധികം പേർക്ക് കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാം. വിദ്യാർത്ഥികൾക്കും തൊഴിൽ പരിശീലനത്തിനായി എത്തുന്നവർക്കും പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. കൊച്ചി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ നഗരസഭ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നഗരത്തിൽ നിന്ന് ന്യൂസ് 18 വേണ്ടി അഡ്വക്കേറ്റ് എം അനിൽകുമാർ.